Divisional Accountant Officer, important one-word question, Part 5, Subpart 2, Trading and Profit and Loss Account and Balance Sheet. ആ പോർഷനിൽ പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 109, വാട്ട് ആർ സാലറീസ്? അപ്പം നമ്മൾ നേരത്തെ വേജസ് പറഞ്ഞു കഴിഞ്ഞ പാർട്ടിൽ. ഇപ്പം ഇവിടെ എന്താണ് സാലറീസ് എന്താണെന്നാണ് പറയുന്നത്. സാലറീസ് ആർ പെയ്ഡ് ടു ദ അഡ്മിനിസ്ട്രേഷൻ, ഗോഡൗൺ ആൻഡ് warehouse staffs for the service rendered by them for running the business. നമ്മൾ പറഞ്ഞു വേജസ് നമുക്ക് എന്താണ് ഫാക്ടറി വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കുന്നതാണ് വേജ്. ഇവിടെ നമുക്ക് എന്താണ് ഒരു അഡ്മിനിസ്ട്രേഷൻ വർക്കുകളും ഗോഡൗണിലും വെയർഹൗസ് സ്റ്റാഫിനൊക്കെ മന്ത്ലി കൊടുക്കുന്ന ഒരു എന്താണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് കൊടുക്കുന്ന റെമ്യൂണറേഷനാണ് സാലറി എന്ന് പറയുന്നത്. സാലറി എവിടെയാണ് നമ്മൾ എടുക്കുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ എടുക്കുന്നതെന്ന് പഠിച്ചു. നെക്സ്റ്റ് 110ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ പെർക്സ്? ഇപ്പോൾ പെർക്സ് എന്താണെന്നാണ് പറയുന്നത്. ഇഫ് ദ സാലറി ആർ പെയ്ഡ് ഇൻ കൈൻഡ് ബൈ പ്രൊവൈഡിങ് സർട്ടൺ ഫെസിലിറ്റീസ് ടു ദ എംപ്ലോയീസ് സച്ച് ആസ് റെൻറ്റ്, ഫ്രീ അക്കോമഡേഷൻ, മീൽസ്, യൂണിഫോം, മെഡിക്കൽ ഫെസിലിറ്റീസ് എക്സെട്ര. അപ്പം നമ്മൾ സാലറിക്ക് പുറമെ കൊടുക്കുന്ന അഡീഷണൽ ഫെസിലിറ്റീസ്, എംപ്ലോയീസിന് കൊടുക്കുന്ന അഡീഷണൽ ഫെസിലിറ്റീസിനെ പറയുന്ന പേരാണ് പെർക്സ് എന്ന്. സച്ചസ് എന്താണ്? റെൻറ്റ് കൊടുക്കുന്നു, റെമ്യൂണറേഷൻ, മീൽസ് കൊടുക്കുന്നു, യൂണിഫോം കൊടുക്കുന്നു, മെഡിക്കൽ ഫെസിലിറ്റീസ് കൊടുക്കുന്നു. അപ്പോൾ അതിനെയൊക്കെയാണ് നമ്മൾ അഡീഷണൽ ഫെസിലിറ്റീസിനെയാണ് പെർക്സ് എന്ന് പറയുന്നത്. മണി വാല്യൂവിൽ അല്ലാത്തത്, മണി വാല്യൂവിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഐറ്റംസും ഇതിൽ പെടുന്നുണ്ട്. പെർക്സ് എന്ന് പറയുന്ന സം സ്പെഷ്യൽ ബെനഫിറ്റ്സ് ഓർ അഡ്വാൻറ്റേജസ് ദാറ്റ് ആർ ഗീവൺ ടു ദ പീപ്പിൾ ഹൂ ഹാവ് എ പർട്ടിക്കുലർ ജോബ് ഓർ ബിലോങ്സ് ടു ദ ഫേം. അപ്പോൾ ആ ഫേമിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഒരു ബെനഫിറ്റ് കൊടുക്കുകയാണ്. അതെന്താണ്? എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ കൊടുക്കാം, എന്തെങ്കിലും ഡിസ്കൗണ്ട്സുകൾ കൊടുക്കാം, അവരുടെ കുട്ടികൾക്ക് എഡ്യൂക്കേഷണൽ അസിസ്റ്റൻസ് കൊടുക്കാം, ഫ്രീ മീൽ കൊടുക്കുക. ഇതൊക്കെയാണ്. അതൊന്ന് മോണിറ്ററി ആവാം, നോൺ മോണിറ്ററി ആവാം. ദേ ക്യാൻ ബി മോണിറ്ററി ഓർ നോൺ മോണിറ്ററി. ഇപ്പോൾ പെർക്സ് എന്ന് പറയുന്ന ഈ പറഞ്ഞതാണ് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 111, സാലറി ആർ ഡെബിറ്റഡ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ സാലറി നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആയതുകൊണ്ട് ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 112, മിസലേനിയസ് എക്സ്പെൻസസ് ആർ കോൾഡ്. അപ്പോൾ മിസലേനിയസ് എക്സ്പെൻസസ് എന്താണ്? സൺട്രി എക്സ്പെൻസസോ ട്രേഡിംഗ് എക്സ്പെൻസസിനെയാണ് മിസലേനിയസ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. മിസലേനിയസ് എക്സ്പെൻസസ് ആർ കോസ്റ്റ് ദാറ്റ് ഡു നോട്ട് ഫിറ്റ് ഇൻ ടു ദ ബിസിനസ് ഓൺ റെഗുലർ അക്കൗണ്ടിങ് കാറ്റഗറി. അപ്പം നമ്മളൊരു റെഗുലർ അക്കൗണ്ടിങ് കാറ്റഗറിയിൽ വരാത്ത എക്സ്പെൻസസുകളെയാണ് മിസലേനിയസ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അതൊരു വൺ ടൈം നേച്ചർ ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു റിപ്പയർ വന്നു, നമുക്ക് എന്നും എല്ലാ ദിവസവും ഡെയിലി ബേസിസിൽ റിപ്പയർ വരാറില്ലല്ലോ. അപ്പം അങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും ഒരു അഡീഷണൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നു, സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നു, അപ്പോൾ അതിനെയൊക്കെ നമുക്കൊരു മിസലേനിയസ് എക്സ്പെൻസസിൻ്റെ കാറ്റഗറിയിലാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ എന്താണ്? ഒരു ട്രേഡിംഗ് എക്സ്പെൻസസ് ആണ്. നെക്സ്റ്റ് 113, സെയിൽസ് ലെസ് റിട്ടേൺ. സെയിൽസ് അക്കൗണ്ട് ഇൻ ദ ട്രയൽ ബാലൻസ് ഷോസ് ദ ഗ്രോസ് ടോട്ടൽ cash as well as credit made during the year. It shows the credit side of the trading account. അപ്പോൾ നമുക്ക് എന്താണ്? സെയിൽസ് ലെസ് റിട്ടേൺ ആണ്. അപ്പം നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. സെയിൽസിൽ നിന്ന് എന്ത് കുറച്ച് കാണിക്കുന്നു? സെയിൽസ് ലെസ് റിട്ടേൺ. അത് ക്യാഷ് സെയിൽ ആവാം, ക്രെഡിറ്റ് സെയിൽ ആവാം. ഷോസ് ദ ടോട്ടൽ, ഗ്രോസ് ടോട്ടലേ കാണിക്കുന്നുള്ളൂ. നമ്മളവിടെ നെറ്റല്ല എടുക്കുന്നത്, ഗ്രോസ് ആണ്. കാരണം ട്രേഡിങ്ങിൽ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസസും ഇൻകവും മാത്രമല്ലേ അവിടെ എടുക്കുന്നുള്ളൂ. അപ്പം ഗ്രോസ് ആണ് വരുന്നത്. നമുക്ക് ഗ്രോസ് ടോട്ടൽ സെയിൽസ് കാണാനായിട്ട് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ മാത്രം മൈനസ് ചെയ്ത് ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് 114, ഗുഡ്സ് റിട്ടേൺ ബൈ ദ കസ്റ്റമർ ആർ കോൾഡ്. അപ്പോൾ കസ്റ്റമർ നമ്മുടെ ഫേമിലേക്ക് ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നതിനെ ഇൻവേർഡ് എന്നാണ് പറയുന്നത്. റിട്ടേൺ ഇൻവേർഡ്. അപ്പം നമ്മൾ ഇപ്പോൾ ഫേമിൽ നിന്നും കുറച്ച് സാധനങ്ങൾ കസ്റ്റമർ വാങ്ങിച്ചുകൊണ്ട് പോയി, അതിലെന്തെങ്കിലും ഡിഫക്റ്റോ ഡാമേജോ വന്നു കഴിഞ്ഞ് റിട്ടേൺ അയക്കുന്നതിനെ റിട്ടേൺ ഇൻവേർഡ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് 115, പ്രിപ്പയറിംഗ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ്. അതിൽ ക്ലോസിംഗ് എൻട്രീസിനെ പറ്റി പറയാം. ദ പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിക്വയർസ് ദാറ്റ് ദ ബാലൻസ് ഓഫ് ഓൾ കൺസേൺഡ് ഐറ്റംസ് ആർ ട്രാൻസ്ഫേർഡ്
ട്രാൻസ്ഫേർഡ് ടു ഇറ്റ്സ് ഫോർ ദ കംപ്ലീഷൻ. അപ്പം നമ്മൾ ഒരു ക്ലോസിംഗ് എൻട്രി എഴുതുമ്പോഴത്തേക്കും P&L അക്കൗണ്ടിൽ എഴുതേണ്ട എല്ലാ അക്കൗണ്ടുകളുടെയും ബാലൻസ് നമ്മൾ എങ്ങോട്ട് ഫോർവേഡ് ചെയ്യണം? ട്രേഡിംഗ് ആൻഡ് നമ്മൾ എഴുതിയിട്ടുള്ള ട്രയൽ ബാലൻസിൽ നിന്നുള്ള എല്ലാ അക്കൗണ്ടുകളുടെയും ബാലൻസ് നമ്മൾ എവിടോട്ട് എടുക്കണം? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കണം. നെക്സ്റ്റ്, ഓപ്പണിംഗ് സ്റ്റോക്ക് അക്കൗണ്ട്, വേജസ് അക്കൗണ്ട്, ക്യാരേജ് ഇൻവേർഡ് അക്കൗണ്ട് ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ് അക്കൗണ്ട് ആർ ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിംഗ് ടു ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ബാലൻസ് എഴുതണം, വേജസിൻ്റെ എഴുതണം, ക്യാരേജ് ഇൻവേർഡ് എഴുതണം, ഡയറക്റ്റ് എക്സ്പെൻസസിൻ്റെ എല്ലാത്തിൻ്റെയും ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ഡെബിറ്റ് സൈഡിലോട്ട് നമ്മൾ കാണിക്കണം. എവിടെ നിന്നാണ് ഇത് കാണിക്കുന്നത്? ട്രയൽ ബാലൻസിൽ നിന്നാണ് കാണിക്കുന്നത്. അപ്പം ദിസ് ഈസ് ഡൺ ബൈ റെക്കോർഡിംഗ് ദ ഫോളോയിങ് എൻട്രി. നമ്മൾ താഴെ പറയുന്ന എൻട്രി ഉപയോഗിച്ചാണ് ഇത് കാണിക്കുന്നത്. എങ്ങനെയാണ് വരുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ടു പർച്ചേസ് അക്കൗണ്ട് ടു വേജ് അക്കൗണ്ട് ടു ക്യാരേജ് ഇൻവേർഡ് അക്കൗണ്ട് ആൻഡ് ടു ഓൾ അതർ ഡയറക്റ്റ് എക്സ്പെൻസസ് അക്കൗണ്ട്. അപ്പം ട്രേഡിംഗ് അക്കൗണ്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ ഡെബിറ്റ് സൈഡ്, അപ്പം ആദ്യം എങ്ങനെ എഴുതിയേക്കുന്നത്? ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ. അപ്പം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുമ്പം എവിടെ പോകണം? ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ പോയിട്ട്, ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡാണ്. ലെഫ്റ്റ് സൈഡിൽ ടു ആദ്യത്തെ ഐറ്റം ഏതാണ്? ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക്. പിന്നെന്താ വരുന്നത്? പർച്ചേസ്. പിന്നെന്താ വരുന്നത്? വേജ്, ക്യാരേജ് ഇൻവേർഡ്, പിന്നെ ഓൾ അതർ ഡയറക്റ്റ് എക്സ്പെൻസസ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഡയറക്റ്റ് എക്സ്പെൻസസ്, ട്രേഡിങ്ങിൽ വരുന്ന ഫാക്ടറിയിൽ വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസസുകളെല്ലാം ഡെബിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ആ എൻട്രി നോക്കി എഴുതുക. അപ്പം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഏത് സൈഡാണ് പറയുന്നത്? ട്രേഡിംഗ് അക്കൗണ്ട് ഡെറ്റർ എന്നാണ് പറയുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് നേരെ ഡി ആർ മീൻസ് ഡെറ്റർ. അപ്പം ഡെബിറ്റ് സൈഡിൽ ചെന്നിട്ട് ടു ലെഫ്റ്റ് സൈഡിൽ ടു ഈ താഴെ പറയുന്ന അക്കൗണ്ടുകളുടെ എല്ലാം ബാലൻസ് എഴുതുന്നു. നെക്സ്റ്റ്, ദ പർച്ചേസ് റിട്ടേൺ ഔട്ട്വേർഡ് ആർ ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിങ് ഇറ്റ്സ് ബാലൻസ് ടു ദ പർച്ചേസ് അക്കൗണ്ട്. ദ ഫോളോയിങ് എൻട്രീസ് ആർ റെക്കോർഡ് ഫോർ ദ പർപ്പസ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു റിട്ടേൺ വരെയാണെങ്കിൽ എഴുതുന്നത്? റിട്ടേൺ ഔട്ട്വേർഡ് വരെയാണ്. അപ്പോൾ പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ്. അപ്പം നമ്മളെന്താണ്? പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്താ കാണിക്കുന്നത്? ടു പർച്ചേസ് എന്നാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങൾ സപ്ലയറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതിൽ എന്തെങ്കിലും ഡിഫക്റ്റോ ഡാമേജോ വന്ന് അയക്കുമ്പോൾ എഴുതുന്ന എൻട്രിയാണ് ഇത്. എന്താണ്? പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ്. അപ്പം പർച്ചേസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ പർച്ചേസ് റിട്ടേൺ എന്ന് കാണിക്കണം. പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്ത് കാണിക്കണം? ടു പർച്ചേസ് എന്ന് കാണിക്കണം. ആ എൻട്രി അങ്ങനെ എഴുതുന്നത് കാരണം പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടാണ്. പർച്ചേസ് റിട്ടേൺ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എന്ത് കാണിക്കുക? പർച്ചേസ് കാണിക്കുക. അപ്പോൾ പർച്ചേസ് അക്കൗണ്ടിൽ എന്ത് കാണിക്കും? പർച്ചേസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പോയിട്ട് പർച്ചേസ് റിട്ടേൺ എന്ന് കാണിക്കും. അപ്പം അതാണ് പർച്ചേസ് റിട്ടേൺ. അപ്പോൾ ആ പർച്ചേസ് റിട്ടേണിൻ്റെ എൻട്രി വരുന്നത് അങ്ങനെയാണ്. പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് അക്കൗണ്ട്. സിമിലർലി സെയിൽസ് റിട്ടേണും ഇതേപോലെ വരുന്നത്. സെയിൽസ് റിട്ടേണോ റിട്ടേൺ ഇൻവേർഡ് അക്കൗണ്ട് ഈസ് ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിങ് ഇറ്റ്സ് ബാലൻസ് ടു ദ സെയിൽസ് അക്കൗണ്ട്. അപ്പോൾ സെയിൽസ് അക്കൗണ്ടിൽ എങ്ങനെയാണ് കാണിക്കുന്നത്? സെയിൽസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് എന്നാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സെയിൽസ് അക്കൗണ്ട് ഈസ് ക്ലോസ്ഡ് ബൈ ട്രാൻസ്ഫറിങ് ഇറ്റ്സ് ബാലൻസസ് ടു ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബൈ റെക്കോർഡിംഗ് ദ ഫോളോയിങ്. അപ്പോൾ എന്താണ്? നമ്മളൊരു ട്രേഡിംഗ് അക്കൗണ്ടിൽ ഈ സെയിൽസ് റിട്ടേൺ എങ്ങനെ, സെയിൽസിൻ്റെ ആക്ച്വൽ എമൗണ്ട് എങ്ങനെയാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുന്നത്? നമുക്കറിയാം ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഓക്കെ, ക്രെഡിറ്റ് സൈഡിലാണല്ലേ വരുന്നത് സെയിൽസ്. അപ്പം സെയിൽസ് എഴുതുമ്പോൾ എന്ത് കുറച്ച് എഴുതണം? സെയിൽസ് റിട്ടേൺ കുറച്ച് എഴുതണം. അപ്പോൾ അക്കൗണ്ട് സെയിൽസ് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണ്? ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് എന്ന് എഴുതുക ചെയ്യുന്നത്. ഇത് ഐറ്റംസ് എക്സ്പെൻസസ് ലോസസ് എക്സെട്ര ആർ ക്ലോസ്ഡ് ബൈ റെക്കോർഡിംഗ് ദ ഫോളോയിങ് എൻട്രീസ്. നമുക്കിത് ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. ഏതൊക്കെയാണ് വരുന്നത്? എക്സ്പെൻസസ് ലോസസ് ആൻഡ് ക്ലോസ്ഡ് ബൈ റെക്കോർഡിംഗ് ദ ഫോളോയിങ് ഉണ്ട്. അപ്പം താഴെ പറയുന്ന എക്സ്പെൻസസും ലോസസുകളും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ടു ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഇൻഡിവിജ്വൽ അക്കൗണ്ട്സ് ടു ലോസ് ഇൻഡിവിജ്വൽ അക്കൗണ്ട്. പിന്നെന്താണ്? ഇത് ഇൻഡിവിജ്വൽസ് ഓരോ ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസസുകളുണ്ടല്ലോ നമ്മുടെ ഫേമിലേക്ക്. എന്തൊക്കെയാവാം ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്? ബാഡ് ഡെറ്റ് വരാം,
ജനറൽ എക്സ്പെൻസസ് വരാം, ടാക്സ് കൊടുക്കുന്ന വരാം, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എവിടെയാണ് വരുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. അടുത്തത് ഐറ്റംസ് ഓഫ് ഇൻകം ഗെയിൻ എക്സെട്ര ആർ ക്ലോസ്ഡ് ബൈ റെക്കോർഡിംഗ് ദ ഫോളോയിങ് എൻട്രി. അപ്പോൾ ഇൻകംസ് എങ്ങനെയാണ് നമ്മൾ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്ലോസ് ചെയ്ത് കാണിക്കുന്നത്? അറിയാം, ഇൻകംസ് ഒക്കെ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇൻകം അക്കൗണ്ട് ഡെറ്റർ, ഗെയിൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ത് ബാലൻസ് അവിടെ? ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ക്രെഡിറ്റ് വരുമ്പം നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് എന്ത് ചെയ്യണം? അവിടെ എന്താണ് ക്രെഡിറ്റ് സൈഡാണ് കാണിച്ചേക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലോട്ട് ബാക്കിയുള്ള ഐറ്റംസ് എഴുതണം, ഇൻകവും ഗെയിനും എഴുതണം. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ വരേണ്ടത്? ഒരു ഡിസ്കൗണ്ട് റിസീവ് ചെയ്യുന്ന വരാം, കമ്മീഷൻ റിസീവ് ചെയ്യുന്ന വരാം. ഇതൊക്കെ എന്താണ്? നമുക്ക് ഗെയിൻ ആൻഡ് ഇൻകം അല്ലേ പ്രോഫിറ്റ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇൻകവും ഗെയിനുമാണ് നമുക്ക്. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം ആ ഐറ്റംസ് ഒക്കെ. ഇനി അടുത്തൊരു ഫോർമാറ്റാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റാണ്. നമ്മൾ പറഞ്ഞു ടി ഷേപ്പിലാണ് അത് വരയ്ക്കുന്നത്. അപ്പം ഡെബിറ്റ് സൈഡും ഉണ്ട്, ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡാണ്, ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡാണ്. അപ്പോൾ നമ്മൾ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങുന്നത് എന്തിലാണ്? ഓപ്പണിംഗ് സ്റ്റോക്കിലാണ് തുടങ്ങുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് സൈഡിൽ ഫസ്റ്റ് ഐറ്റമാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. പിന്നെ അത് എന്താണ്? നമ്മൾ പഠിച്ചു ടു ഓപ്പണിംഗ് സ്റ്റോക്ക്, ടു പർച്ചേസ്, ടു വേജ്, ടു ക്യാരേജ് ഇൻവേർഡ്. നമ്മൾ പഠിച്ച ഐറ്റംസ് ഒക്കെയാണത്. ഓപ്പണിംഗ് സ്റ്റോക്ക് വന്നു, പർച്ചേസ് വന്നു. ഈ പർച്ചേസ് എന്താണ്? ആക്ച്വൽ എമൗണ്ട് ആണ്. പർച്ചേസ് റിട്ടേൺ കുറച്ചിട്ടുള്ള ആക്ച്വൽ എമൗണ്ട് ആണ് പർച്ചേസ്. വേജ്, ക്യാരേജ് ഇൻവേർഡ്, ഫ്രൈറ്റ് ഇൻവേർഡ്, കാർട്ടേജ്, ഇത് ഇത്രയും എന്ത് എക്സ്പെൻസസ് ആണ്? ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ. നെക്സ്റ്റ് നമ്മൾ ക്രെഡിറ്റ് സൈഡോട്ട് നോക്കുമ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ? സെയിൽസ് മാത്രമേ ഉള്ളൂ. ആ സെയിൽസ് എന്ത്? ആക്ച്വൽ സെയിൽസ് ആണ്. മീൻസ് സെയിൽസ് റിട്ടേൺ കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് സെയിൽസ്. നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് സെയിൽസ് ആ സൈഡ് സെയിൽസ് ക്രെഡിറ്റ് സൈഡ് കൂടി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ആ സൈഡിൻ്റെ ടോട്ടൽ അപ്പുറം ഇപ്പുറം എഴുതിയിട്ട് ഡെബിറ്റ് സൈഡിലാണ് കുറവുള്ള എമൗണ്ട് എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണ്. എക്സ്പെൻസസ് കുറഞ്ഞ് നിൽക്കുവാണ്. നമുക്കറിയാം ക്രെഡിറ്റ് സൈഡിൽ എല്ലാ ഗെയിൻസും റവന്യൂസും ഗെയിൻസുമാണ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നത്. അപ്പോൾ നമുക്ക് സെയിൽസ് കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡ് കൂടുതലാണ്. ആ ടോട്ടൽ ചെയ്ത ബാലൻസ് രണ്ട് സൈഡിലും എഴുതി. എക്സ്പെൻസസ് കുറവായതുകൊണ്ട് തന്നെ ഗ്രോസ് പ്രോഫിറ്റാണ് വരുന്നത്. താഴോട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് താഴോട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ, അതായത് ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെ വരുന്നുണ്ട്? റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ് വരുന്നുണ്ട്, സാലറി വരുന്നുണ്ട്, റിപ്പേഴ്സ് ആൻഡ് റിന്യൂവൽസ്, ബാഡ് ഹെഡ്സ്. ഇത്രയും ഐറ്റംസ് എവിടെ വരുന്നുണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടി ഷേപ്പ്, ഈ ഒറ്റ ഫോർമാറ്റ് തന്നെയാണ് മോളിൽ ട്രേഡിങ്ങും സെക്കൻഡ് പാർട്ടായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കാണിക്കുന്നത്. അപ്പം ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ വരുന്നുണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, പിന്നെ നമുക്ക് പറയാം കമ്മീഷൻ റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അവിടെയും നമ്മൾ ബാലൻസ് ചെയ്യുമ്പോഴത്തേക്കും ക്രെഡിറ്റ് സൈഡ് കൂടി നിൽക്കുന്നു. അപ്പോൾ ഇൻകംസ് ഒക്കെ കൂടുതലാണ് ഒരു ഫേമിൽ. അത് നമ്മൾ ആ സൈഡിൽ രണ്ട് സൈഡിലും ബാലൻസ് ചെയ്ത് എമൗണ്ട് എഴുതിയിട്ട് കുറവുള്ള എക്സ്പെൻസസ് സൈഡിൽ, അപ്പം നമുക്ക് എക്സ്പെൻസ് കുറഞ്ഞ് നിൽക്കുക, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ നമുക്ക് കുറവാണ്. സോ ആ പറയുന്ന അതിൻ്റെ റിസൾട്ടിനെ നമ്മൾ പറയുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പം നമ്മൾ അതാണ് ആ ബ്രാക്കറ്റിൽ പറഞ്ഞേക്കുന്നത്, ട്രാൻസ്ഫേർഡ് ടു ദ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന്. അപ്പം ഇതാണ് ഒരു ബേസിക് ഫോർമാറ്റ് ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. താങ്ക് യു.